ഹമാസ് ഉൾപ്പെടെയുള്ള ഈ ഗാസയിലെ ഭീകര സംഘടനകളുടെ സമ്പൂർണ്ണ നിരായുധീകരണം സംബന്ധിച്ച് ധാരണയായതായാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അറിയിക്കുന്നത്. സമ്പൂർണ്ണ നിരായുധീകരണം യാഥാർത്ഥ്യമാകുന്നതോടെ ഇസ്രായേൽ സൈനിക വിഭാഗങ്ങൾ ഗാസയിൽ നിന്ന് പിന്മാറുമെന്നും ട്രംപ് പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. സമാധാന ധാരണ പൂർണ്ണമാകുന്നതോടെ പുതിയ പലസ്തീൻ സർക്കാരിന്റെ കീഴിലായിരിക്കും ഗാസയുടെ ഭരണം നടക്കുക എന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ വ്യക്തമാക്കി. എന്തായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ നൽകുവാനായി ഐസൻ ചേട്ടൻ അല്ലെ, എന്താണ് ഈ നടക്കുന്നത് എന്നുള്ളത് ചോദിക്കല്ലേ ഐസൻ ജോസിനോട്. ഐസൻ, ട്രംപിന് ഇത് എന്ത് പറ്റി? ഇന്ന് നല്ല മൂഡിലാണല്ലോ. എന്തായാലും സമൂഹ മാധ്യമ കുറിപ്പിൽ വളരെ മാതൃകാപരമായ ഒരു തീരുമാനമാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. എന്താകും ഗാസയിലെ ഭരണം അല്ലെങ്കിൽ പലസ്തീനിലെ ഭരണം? എങ്ങനെ ഈ തീരുമാനത്തെ, നിർണായക തീരുമാനത്തെ നമുക്ക് നോക്കിക്കാണാം ഐസൻ? അശ്വതി ആര്യ, ഏറ്റവും നിർണായകമായ ഈ തീരുമാനത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് ഗാസയിലെ സമാധാന ധാരണ സംബന്ധിച്ച ഒരു അന്തിമ നീക്കങ്ങളിലേക്ക് നടക്കുന്നു, അല്ലെങ്കിൽ ആ നീക്കങ്ങളിലേക്ക് പോകുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനമാണ് ഇതിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഗാസയെ സംബന്ധിച്ചിടത്തോളം ഗാസയിൽ ഹമാസ് വലിയ തോതിൽ ആയുധങ്ങൾ സംഭരിച്ചൊരു സാഹചര്യമുണ്ടായിരുന്നു. അത് പല രീതിയിൽ ഹിസ്ബുള്ളയുടെ സഹായത്തോടെ, IRGCയുടെ സഹായത്തോടെയൊക്കെ വലിയ തോതിൽ ആയുധങ്ങൾ സംഭരിച്ചൊരു നീക്കമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ആയുധങ്ങൾ സംഭരിച്ച ആ ശേഖരം മുഴുവൻ നിരായുധീകരിക്കുന്നതിന്, ഇല്ലാതാക്കുന്നതിനും നിരായുധീകരണം നടപ്പാക്കുന്നതിനുമുള്ള ധാരണയുണ്ടായി എന്നാണ് ഇപ്പോൾ ട്രംപ് ഔദ്യോഗികമായി തന്നെ തൻ്റെ സമൂഹ മാധ്യമ കുറിപ്പിലും ഒരു വിജ്ഞാപനമായി തന്നെ അദ്ദേഹം പുറത്തുവിടുകയും ചെയ്തിരിക്കുന്നത്. ദി ട്രൂത്ത് സോഷ്യലിൽ അത് കൃത്യമായി എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഈ ധാരണ നടപ്പിൽ വന്നു കഴിഞ്ഞു. ഈ ധാരണ നടപ്പിൽ വന്നൊരു സാഹചര്യത്തിൽ പൂർണ്ണമായ നിരായുധീകരണം, ഗാസയിലെ ഹമാസിൻ്റെ കൈവശമുള്ള ആയുധങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് ശേഷം നിലവിൽ ഇസ്രായേലിലെ സൈന്യത്തിൻ്റെ സാന്നിധ്യം ഹമാസിൽ നിന്ന് ഒഴിവാക്കുകയും പലസ്തീൻ പോലീസിൻ്റെ പിന്തുണയോടെ ഈ സൈനിക നടപടികളെല്ലാം തന്നെ തുടരുകയും അല്ലെങ്കിൽ സുരക്ഷാ നടപടികൾ തുടരുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയിച്ചിരിക്കുന്നത്. മൂന്നാം ഘട്ടം സമാധാന ധാരണ, 20 ദിന സമാധാന ധാരണയായിരുന്നു നേരത്തെ നടപ്പായിരുന്നത്. മൂന്നാം ഘട്ടം സമാധാന ധാരണയുടെ ഭാഗമായുള്ള നിർണായകമായ ചില ഇടപെടലുകൾ ഉണ്ടാകേണ്ട സമയമാണ്. അതായത് ഗാസയുടെ പുനർനിർമ്മാണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ആ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. ഈ സംവിധാനത്തിൻ്റെ ഭാഗമായാണ് മൂന്നാം ഘട്ടത്തിൽ ഈ പൂർണ്ണമായും നിരായുധീകരണം നടപ്പാക്കിയതിന് ശേഷം, സൈന്യങ്ങൾ പിന്മാറിയതിന് ശേഷം അവിടെ പുനർനിർമ്മാണം നടക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലേക്കുള്ള ഏറ്റവും നിർണായകമായൊരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ പലസ്തീൻ പോലീസിൻ്റെ ഒരു നിയന്ത്രണമായിരിക്കും അവിടെ ആ കാലഘട്ടങ്ങളിൽ ഉണ്ടാവുക. ഹമാസിൻ്റെ പൂർണ്ണമായ നിരായുധീകരണം നടക്കുമ്പോൾ ഇസ്രായേൽ സൈന്യം പിന്മാറുന്നതോടെ പലസ്തീൻ്റെ ഒരു നിയന്ത്രണത്തിൽ ഗാസ പ്രവർത്തിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ധാരണയിലെത്താൻ പിന്തുണ നൽകിയ ഈജിപ്റ്റ്, ഖത്തർ, ടർക്കി തുടങ്ങിയ രാജ്യങ്ങളോട് നന്ദി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏറ്റവും നിർണായകമായത് ഗാസയിൽ 3 വർഷം മുമ്പുണ്ടായ വലിയ ഒരു ആക്രമണം, ഗാസയിൽ നിന്നുള്ള ഒക്ടോബർ 7 നടന്ന ഇസ്രായേലിൽ നടന്ന ആക്രമണം, തുടർന്ന് ഗാസയിൽ അതിശക്തമായ ആക്രമണം, ബന്ദികളാക്കുന്നതൊക്കെ വിഷയങ്ങളായി വലിയ രീതിയിൽ